ഓച്ചിറ വില്ലേജ് ഓഫീസിന് മുന്നിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു. മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഓച്ചിറ വില്ലേജ് ഓഫീസിന് മുന്നിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചത്. ആശാപ്രവർത്തകരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു കഞ്ഞിവെച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി ബിന്ദു ജയൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തരം പ്രതിഷേധ കഞ്ഞിവെപ്പ് നടന്നു വരികയാണ്. ആശാ വർക്കർമാരുടെ സമരം ഇന്ന് 45-ാം ദിവസം കടന്നു. നിരാഹാര സമരം 7-ാം ദിവസം കടന്നു. ഈ ഗവൺമെന്റ് തെറ്റായ രീതിയിലൂടെ ഈ സമരത്തെ വ്യാഖ്യാനിക്കപ്പെടുകയാണ്. സമരം ചെയ്യുന്നവരെ ആക്ഷേപിക്കാനാണ് നമ്മുടെ വനിതാ മന്ത്രിമാരടക്കം നേതൃത്വം കൊടുക്കുന്നത്. ആശാ വർക്കർമാർ കോവിഡിന്റെ കാലത്ത്, നിപ്പയുടെ കാലത്ത്, ഡെങ്കിപ്പനി വന്നാൽ, പകർച്ചവ്യാധികൾ ഏത് വന്നാലും ആശാപ്രവർത്തകർ സന്നദ്ധ പ്രവർത്തനവുമായിട്ട് നമ്മുടെയൊക്കെ വീടുകളിലെത്തി ആരോഗ്യ പരിരക്ഷയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഇവർക്ക് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 3 മണിക്കൂറായിരുന്നു ജോലിയെങ്കിൽ ഇപ്പം രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ജോലി സമയം ദീർഘിപ്പിച്ചു. മാത്രമല്ല അതിനുശേഷം ഡാറ്റ എൻട്രിക്ക് വേണ്ടി വീട്ടിൽ ചെന്നാൽ സമയം കണ്ടെത്തണം. ഈ തരത്തിലുള്ള കഷ്ടപ്പാടുകൾക്കിടയിൽ മറ്റുള്ള സംസ്ഥാനങ്ങൾ ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചപ്പോൾ കേരള സംസ്ഥാനം അതിനെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗീതാകുമാരി അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് BS വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി. അതിനനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പല ആശാവർക്കർമാരും നമ്മുടെ പ്രദേശങ്ങളിൽ സമരങ്ങളിലും ഉപവാസങ്ങളിലും ഒക്കെയായി മുന്നോട്ട് പോകുന്നു. കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി ഈ സമരത്തിന്റെ പിന്നിലുണ്ട്. ഒട്ടനവധി സംഘടനകൾ, മഹിളാ കോൺഗ്രസ് മാത്രമല്ല നിരവധിയായിട്ടുള്ള സംഘടനകൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങ് സെക്രട്ടേറിയറ്റിന് മുന്നിലും എല്ലാ പഞ്ചായത്ത് ഓഫീസുകൾക്കും വില്ലേജ് ഓഫീസുകൾക്കും മുന്നിൽ വിവിധ തരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിഷേധ സൂചകമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അൻസാറെ മലബാർ, N കൃഷ്ണകുമാർ, മീര സജി, സെവന്തികുമാരി, മാളു സതീഷ്, മിനി പൊന്നൻ, ഗീത രാജു, ബേബി വേണുഗോപാൽ, നീന ചെറിയാൻ, രാജിനി, നിസ, സതീഷ്, ചെല്ലമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.